VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. പ്രൈം ടൈമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും രാഷ്ട്രീയ പ്രതികരണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇനിയുള്ള 1 മണിക്കൂർ സമയം കടന്നുപോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ BJP ഭീഷണിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണിന്നുണ്ടായത്. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് പ്രതിഷേധവും ഉണ്ടായി. ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി. നിങ്ങളെല്ലാവരും കണ്ടല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ? ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ, ഞാൻ പാലക്കാടുണ്ട്, ടൗണിലുണ്ട്, തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ, തലയൊന്ന് എടുത്തു കാണിട്ട്. BJP-ക്കെതിരായിട്ട് ഒരാൾ കമാന്നോ രക്ഷമിണ്ടാൻ പാലക്കാട്ടെ പോലീസ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആ സ്റ്റേഷനിൽ നിന്നിട്ട് തന്നെ സംസാരിക്കാം. എന്താ എടുക്കുക? കേസെടുക്കും, എടുക്കുക. കേസ് എന്താ പുത്തരിയ? അത് ഇപ്പം BJP-യുടെ പറയുന്ന അവിടെ നടക്കുക. അതിനൊന്നും പ്രശ്നമില്ല. കൊലവിളി, മുദ്രാവാക്യം, കബറുടെ എല്ലാം ഉണ്ട്, പ്രശ്നമില്ല. പാലക്കാട്ടെ സംഘി പോലീസിന്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രകോപന മുദ്രാവാക്യവുമായി BJP പ്രവർത്തകർ മാർച്ച് നടത്തി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, വലിയ പ്രതിഷേധം, പിന്നീട് പോലീസിന്റെ നടപടി, ലാത്തി ചാർജ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം, പിന്നീട് പോലീസ് സ്റ്റേഷനിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിനിടെ BJP-യുടെ ഭീഷണി മുദ്രാവാക്യം, വീണ്ടും പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയ വിമർശനം, ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന ആക്ഷേപം. വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? ശ്രീജിത്ത്, പ്രതിഷേധങ്ങൾക്കും സംഘർഷത്തിനുമെല്ലാം ആധാരമെന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് ആരംഭിക്കാനിരിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനമാണ്. അതിന് പിന്നാലെ അതിനെ എതിർക്കുകയാണ് CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അത് പാലക്കാട്ടെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. അങ്ങനെ പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ച MLA-ക്കെതിരെ ഒരു പ്രതിഷേധം എന്നോണമാണ് ഇന്ന് രാവിലെ MLA ഓഫീസിലേക്ക് BJP ഒരു മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടെ BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ഒരു പ്രസംഗം നടത്തുന്നത് ഒരു കൊലവിളി പ്രസംഗമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം MLA-യുടെ തല വെട്ടിക്കളയുമെന്നുള്ളതായിരുന്നു ആ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദപരമായ ആരോപണം. ആ ആരോപണത്തിന് പിന്നാലെയാണ് BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് അത് ലാത്തി വീശലിലേക്ക് പോകുന്നു. ഉദ്ഘാടനം ചെയ്ത സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിൽക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ MPയുടെയും, അതായത് ഷാഫി പറമ്പിൽ MPയുടെയും രാഹുൽ മാങ്കൂട്ടം MLA-യുടെയും പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഈ ലാത്തിചാർജിനിടെ ഉണ്ടാകുന്നു. ഒപ്പം നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ നടപടി ഏകപക്ഷീയമാണ്. തങ്ങൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ RSS നേതാക്കൾക്കെതിരെയോ BJP നേതാക്കൾക്കെതിരെയോ യാതൊരു കേസും എടുക്കാതെ മാർച്ച് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നിൽക്കുന്നത് ഏകപക്ഷീയമാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. അങ്ങനെ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ ഉപരോധമുണ്ടാകുന്നു. അവിടെയും സംഘർഷം അവസാനിക്കുന്നില്ല. വീണ്ടും സംഘർഷം, ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അവസാനം പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. അവരുടെ ആവശ്യങ്ങൾ ഇത്രയുമായിരുന്നു: BJP നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം, ഒപ്പം ഈ മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെയും ഉചിതമായ നടപടി വേണമെന്നുള്ളതായിരുന്നു രണ്ടാവശ്യങ്ങൾ. ഈ രണ്ടാവശ്യങ്ങളും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അംഗീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി രണ്ട് വിഷയങ്ങളിലും തീരുമാനമാക്കാം എന്ന ഉറപ്പിന്മേലാണ് മണിക്കൂറുകൾ നീണ്ട സംഘർഷം അവസാനിച്ചത്. അവസാനം സ്റ്റേഷന് മുന്നിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. രാവിലെ മുതൽ നടന്ന സംഘർഷത്തിന് ഇതോടുകൂടി ഒരു താൽക്കാലിക വിരാമമായിട്ടുണ്ട്. നാളെ ഇതിന്റെ ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിക്കാതെ ഇതൊന്നും അവസാനിക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. റീജിത്ത്, ശരി. അശ്വിൻ പാലാഴി പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വഖഫ് നിയമ ഭേദഗതി നിയമത്തിൽ മുസ്ലിം ലീഗിന് 2 നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP-ക്ക് അനുകൂല നിലപാടാണിത്. മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിക്കുകയാണ് BJP ചെയ്തത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വായിൽ നിന്നും തന്നെ സത്യം പുറത്തുവന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഖഫിൽ ഇന്ത്യാ സഖ്യം കുപ്രചാരണം നടത്തുന്നു എന്നാണ് BJP-യുടെ പ്രതികരണം. മുനമ്പം വിഷയത്തിൽ മന്ത്രി P. രാജീവും പ്രതിപക്ഷ നേതാവ് VD സതീശനും പരസ്പരം വിമർശനവുമായി രംഗത്തെത്തി. വഖഫ് ഭേദഗതി നിയമത്തിൽ BJP-ക്ക് മറ്റു ചില പ്രതീക്ഷകളായിരുന്നു. സംഘപരിവാർ നിയമത്തെ കണ്ടത് രാഷ്ട്രീയ നേട്ടത്തിനായി. നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. BJP-യുടെ വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഇതോടെ പൊളിഞ്ഞെന്നും മുഖ്യമന്ത്രി. എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും? ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയില്ലേ? വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി.
നിയമഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വഖഫിൽ മുസ്ലിം ലീഗ് നിലപാട് തീർത്തും ഇരട്ടത്താപ്പാണ്. BJPക്ക് സഹായകരമാകുന്നതാണ് ഈ നിലപാടെന്ന് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പര വിരുദ്ധ നിലപാടുണ്ടാകുന്നു? BJPയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുമുള്ള നിലപാടുകളെ തുറന്നുകാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അത് BJPക്ക് സഹായകരമായിട്ടാണ് മാറുക എന്ന് കൂടി കാണണം. മുനമ്പത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഗവൺമെന്റ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് 3 വഞ്ചിയിൽ കാലുവെക്കുന്നുവെന്ന് മന്ത്രി P രാജീവിന്റെ മറുപടി. മുനമ്പം സംരക്ഷണ സമിതിയുടെ വഞ്ചിയിൽ കാലുവയ്ക്കുന്നുണ്ട്, വഖഫ് സംരക്ഷണ സമിതിയുടെ വഞ്ചിയിലും കാലുവയ്ക്കുന്നുണ്ട്, ഒപ്പം തന്നെ BJPയുടെ നിലപാടിനൊപ്പം കാലുവയ്ക്കുന്നുണ്ട്. 3 വഞ്ചിയിലും കാലുവെച്ചിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് ഇരുമുന്നണികളും കുപ്രചാരണം നടത്തുന്നുവെന്നാണ് BJPയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമപോരാട്ടം നടത്തേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശത്തിൽ വിമർശനവുമായി സീറോ മലബാർ സഭ. പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശയും ആശങ്കയുമുണ്ട് എന്നാണ് സഭയുടെ പ്രതികരണം. ഈസ്റ്ററിന് ശേഷം മുനമ്പം സമരസമിതി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഈ വിശദീകരണം BJPയെയും മുനമ്പം ജനതയും പ്രതിസന്ധിയിലാക്കി. ഭൂമി പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയെങ്കിലും വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ആന്റണി വടക്കേക്കര. ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത്. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്ന സമരസമിതി. മുനമ്പം ഭൂസമരം 186 ദിവസത്തിൽ കടന്നു. പ്രശ്നപരിഹാരം നീണ്ടുപോയാൽ 3ാം ഘട്ട സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് മുനമ്പം ജനത. 24 കൊച്ചി. മുതലപ്പുഴയിൽ പൊഴിമുറിക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. നാളെ രാവിലെ മുതൽ പൊഴിമുറിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളുമായി മന്ത്രി സജി ചെറിയാൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അതേസമയം ചർച്ചയിൽ സംതൃപ്തരല്ല എന്ന് സംയുക്ത സമരസമിതി പ്രതികരിച്ചു. മുതലപ്പുഴയിൽ പൊഴി മുറിച്ചില്ലെങ്കിൽ 5 പഞ്ചായത്തുകൾ വെള്ളത്തിലാകും. ഇത് മുന്നിൽ കണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊഴിമുറിക്കാനുള്ള നടപടികളുമായി വകുപ്പ് മുന്നോട്ടു പോകുന്നത്. പോലീസിന്റെ സഹായത്തോടെ നാളെ രാവിലെ മുതൽ പൊഴി മുറിച്ചു തുടങ്ങുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 1 മാസത്തിനകം മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഡ്രഡ്ജറിന്റെ പ്രവർത്തന സമയം 20 മണിക്കൂറായി ഉയർത്തും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് 10 മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത്. ആ ഡ്രഡ്ജർ 3 ദിവസം കൊണ്ട് 20 മണിക്കൂറായിട്ട് ഡ്രഡ്ജിങ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലം ഹാർബറുകളിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംയുക്ത സമരസമിതി തൃപ്തരല്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മടിയൻ മല ചുമക്കും. മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന നടപടികൾ അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ സ്ഥലവാസികളും ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഈ സർക്കാരിന്റെ സംവിധാനങ്ങളോട് എതിരാണ്. സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്നും അതേപടി അങ്ങ് വിശ്വസിച്ച് വിഴുങ്ങാൻ വേണ്ടിയുള്ള ഇതൊന്നും നമ്മൾ മണ്ടന്മാരൊന്നുമല്ല, സംതൃപ്തരല്ല. മെയ് 16-നകം മുതലപ്പുഴയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു. പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്ന കരാറിൽ ഈ മാസം അവസാനം ഒപ്പിടുമെന്നും ഉദ്യോഗസ്ഥർ കമ്മീഷനെ അറിയിച്ചു. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാകാതെ പൊഴി തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, നാളെ മുതൽ പൊഴി മുറിക്കാനുള്ള നീക്കം നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെ നിലപാട് വ്യക്തമാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ. എന്താണ് അവർ പറയുന്നത്? തുടർന്ന് ഏത് രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാനാണ് ആലോചിക്കുന്നത് അജീഷ്? റിജിത്ത്, ഈ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ നേരത്തെ തന്നെ എടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ ഇന്ന് മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയിൽ ഒരു അനുനയം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചർച്ചയിൽ ഒട്ടും സംതൃപ്തരല്ലാത്ത സംയുക്ത മത്സ്യത്തൊഴിലാളി സമിതി ഇന്ന് വൈകിട്ട് മുതലപ്പുഴയിൽ വീണ്ടും ഒരു യോഗം ചേർന്നിരുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഈ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനമെടുത്തത്. നാളെയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ ഭരണകൂടം പൊഴിമുറിക്കാൻ തീരുമാനിച്ചത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഈ നടപടിയിലേക്ക് കടക്കുക. ഈ പൊഴി മുറിച്ചു കഴിഞ്ഞാൽ സമീപത്ത്, അതായത് ഈ മണൽ അടിഞ്ഞുകൂടി വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാൻ സഹായമാകും. ഇതാണ് സർക്കാരിന്റെ വിശദീകരണം. ഇതിനു വേണ്ടിയിട്ടാണ് പൊഴി മുറിക്കുന്നത്. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുകൾ കടലിലേക്ക് ഇറക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കി മണൽ നീക്കാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. നാളെ പോലീസ് എത്തുമ്പോൾ അവരെ തടയുമെന്നും പറയുന്നുണ്ട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് സിനിമാ സെറ്റിൽ മോശം അനുഭവമുണ്ടായി എന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മ. വിൻസി ഔദ്യോഗികമായി സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടില്ല. പരാതി നൽകിയാൽ ഉടൻ നടപടിയെടുക്കുമെന്നും അഭിനേതാക്കളുടെ സംഘടനയുടെ പ്രതികരണം. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടന സ്വീകരിക്കുന്ന നിലപാട്? സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗത്തിലൂടെ തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി എന്നായിരുന്നു വിൻസി അലോഷ്യസിന്റെ പ്രതികരണം. അത് പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നെ വീഡിയോ ഉൾപ്പെടെ തനിക്കും സഹപ്രവർത്തകർക്കും ലഹരി ഉപയോഗിച്ച് ഒരു നടനിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായി. സിനിമാ സംവിധായകൻ ആ സിനിമ പൂർത്തിയാക്കണം എന്നതുകൊണ്ട് മാത്രമാണ് താൻ അവിടെ പിടിച്ചു നിന്നതും എന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ താരസംഘടന അമ്മയുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ കൃത്യമായ ഒരു പ്രതികരണം വന്ന് നൽകിയിരുന്നില്ല. പക്ഷേ ഇന്ന് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയിൽ ഈ വിഷയം ഇന്ന് ഉയർന്നിരുന്നു. വിൻസി ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായ പിന്തുണയാണ് ഇപ്പോൾ അമ്മ അഡ്ഹോക് കമ്മിറ്റി നൽകിയിരിക്കുന്നത്. ഇതുവരെ രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തങ്ങളും ഈ വിഷയം അറിഞ്ഞിട്ടുള്ളത്. വിൻസിയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വിൻസിക്കുണ്ടായ ആശങ്കകളെല്ലാം തന്നെ കൃത്യമായി അമ്മ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളുമായി പങ്കുവച്ചു. രേഖാമൂലം ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ നടപടിയെന്നും അമ്മ അഡ്ഹോക് കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും അതിലുൾപ്പെടെയുള്ള പത്രക്കുറിപ്പ് അല്പസമയത്തിനും തന്നെ പുറത്തിറക്കുകയും ചെയ്യും. വിവിധ കോണുകളിൽ നിന്ന് ഈ വിൻസി അലോഷ്യസിന് പിന്തുണയുമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. ഈ ലഹരി ഉപയോഗം, സിനിമാ സെറ്റുകളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉടൻ തന്നെ കർമ്മ പരിപാടിയടക്കം ആസൂത്രണം ചെയ്യുമെന്നും അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നടനിൽ നിന്നും വിശദീകരണം തേടും. നടനെ അത്തരത്തിലേക്ക് കണ്ടെത്തുകയാണെങ്കിൽ പൂർണ്ണമായും താരസംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും അമ്മ അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള വിനു മോഹൻ 24നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലഹരി ഉപയോഗത്തിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിനു മോഹന്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണാം. വിൻസിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഡ്രഗ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിനോട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് അമ്മ അതിന് നടപടി എടുക്കാൻ തന്നെയാണ് വില്ലിംഗ് ഉള്ളത്. അതിനെതിരെ ഒന്നല്ല, വിൻസിയുടെ ഒപ്പം തന്നെയാണെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ ഒരു മെയിലോ കാര്യങ്ങളോ നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് നടപടി ഉണ്ടാവും. പിന്നെ അത് അവരങ്ങനെ പുറത്തേക്ക് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. ഡ്രഗ്സും കാര്യങ്ങൾക്കും എതിരെ തന്നെയാണ് ശക്തമായ നിലപാടെടുക്കാൻ തന്നെയാണ് അമ്മയുടെ തീരുമാനം. വനപ്രദേശങ്ങളിലെ ലഹരി നിർമ്മാർജ്ജനത്തിന് എക്സൈസിന്റെ സഹായം തേടാൻ വനംവകുപ്പ്. ആദിവാസി ഊരുകളിൽ സംയുക്ത ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. കൂടിയാലോചനയ്ക്ക് ഈ മാസം 21-ന് ഇരുവകുപ്പുകളുടെയും സംയുക്ത യോഗം ചേരും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, സംസ്ഥാനത്ത് വനമേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമായി വർദ്ധിച്ചുവെന്ന വനം വകുപ്പിന്റെ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വനം പ്രദേശങ്ങളിലെ ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് എക്സൈസിന്റെ കൂടുതൽ സഹായം തേടാൻ വനം വകുപ്പ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ആദിവാസി ഊരുകളിൽ വനം വകുപ്പും ഒപ്പം തന്നെ എക്സൈസ് വകുപ്പും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് ഈ മാസം 21-ന് ഇരു വകുപ്പുകളുടെയും സംയുക്ത യോഗം ചേരും. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എക്സൈസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വനം ഡിവിഷൻ, ഫോറസ്റ്റ് തലങ്ങളിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടക്കുക. ഈ അടുത്ത സംസ്ഥാനത്ത് ഈ കാട്ടാനാക്രമണത്തിൽ ഉൾപ്പെടെ മരണപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ ഈ മദ്യത്തിന്റെ ഉൾപ്പെടെ
സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നൊരു വിവരം കൂടി വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വനപ്രദേശങ്ങളിൽ മദ്യപിച്ച ആളുകൾ പ്രവേശിക്കുകയും അത് അത്തരത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള അക്രമങ്ങളിൽ കടക്കുന്നു എന്നൊരു നിഗമനമുണ്ട്. ഒപ്പം തന്നെ ഈ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ വനത്തിനുള്ളിലെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ തോതിൽ ലഹരി ഉപയോഗം ഇല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംയുക്തമായി എക്സൈസിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്ത നീക്കത്തിന് വനം വകുപ്പ് തയ്യാറെടുക്കുന്നു. എന്തായാലും 21-ാം തീയതി ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുക. എന്തായാലും വലിയൊരു ക്യാമ്പയിൻ സംസ്ഥാനത്തെ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ തന്നെയാണ് വനം വകുപ്പിന്റെ തീരുമാനം. റിജിത്ത്, CMR എക്സാലോജി കരാറിലെ SFIO അന്തിമ റിപ്പോർട്ടിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഉത്തരവ്. കമ്പനി നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത്. ഇതിനിടെ മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാസപ്പടി കേസിൽ നിലവിലെ സ്ഥിതി തുടരാൻ ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. SFIO റിപ്പോർട്ടിനെതിരെ CMRL നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. SFIO ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ 5 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജി അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. SFIO റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കാൻ കോടതിക്ക് കഴിയുമെന്നും കമ്പനി നിയമത്തിലെ നടപടിക്രമം അനുസരിച്ചാണ് കേസെടുത്തതെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. പ്രതി ചേർക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തതെന്ന് CMRലും വാദിച്ചു. ഇതിനിടെ മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചിട്ടുള്ളവരുടെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. SFIO കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ EDയും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിപ്പട്ടികയിലുള്ളവരെ ചോദ്യം ചെയ്യണമെങ്കിൽ ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ ED വെക്കേറ്റ് ചെയ്യിക്കേണ്ടി വരും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ED നടപടിയെ കോടതിയിൽ നേരിടാൻ കോൺഗ്രസ്. രാജ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് സച്ചിൻ പൈലറ്റ് 24നോട് വ്യക്തമാക്കി. ED ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ED നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. രാജ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി പോരാടുമെന്നും AICC जनरल सेक्रेटरी जयराम रमेश. तो ये राजनीतिक मुद्दा है. राजनीतिक पार्टी होने के नाते देश के 140 साल का इतिहास है, सबसे पुरानी पार्टी है, लंबा इतिहास है, हम पीछे हटेंगे नहीं. നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും സച്ചിൻ പൈലറ്റ്. We'll see legally what is to be done, but right now we are there and we will fight on the streets, we'll fight in the court, justice will prevail, we have full faith in the judiciary. കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വൈരാഗ്യബുദ്ധിയോടെ കടന്നാക്രമിക്കുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ED നടപടിക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തി. AICC ആസ്ഥാനത്ത് നിന്ന് ED ഓഫീസിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു നീക്കി. ജയിലിലിടും, പക്ഷെ ഞങ്ങൾ നാളെ ജയിലിൽ പുറത്തു വരും. ഞങ്ങൾ പ്രതിഷേധം ചെയ്യിക്കും. എവിടെയാ ഇത് നടക്കുന്നത്? ജനാധിപത്യമുണ്ടോ? ജയിലിലിടട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിനെ കഹാ ഡറോ മത്, നമുക്ക് പേടിയില്ല. അതിനിടെ ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്ര ഇന്ന് വീണ്ടും EDക്ക് മുന്നിൽ ഹാജരായി. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് ED ഓഫീസിലെത്തിയത്. ഷിക്കോപൂരിലെ ഭൂമി മറച്ചുവിറ്റതിൽ ക്രമക്കേടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ED നടപടിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സുപ്രീം കോടതിയിലടക്കം സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനും ആശിഷ് പട്ടുവിനുമൊപ്പം വിനീത VG 24.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തിയിരിക്കുന്നു. സുപ്രീം കോടതി വിധിക്കെതിരായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട് തള്ളിയതിന് പിന്നാലെയാണ് സന്ദർശനം. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ ബില്ലുകളിലെ സമയപരിധിയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി, അതിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. അതൊക്കെ മാറ്റി നിർത്തിയാൽ ചില പൊതുവായ വിഷയങ്ങളിൽ വളരെ നല്ല സമീപനം ഗവർണർ സ്വീകരിക്കുന്നു എന്ന പ്രശംസ ഇന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കേട്ടു. രാജ്ഭവനിലെ സന്ദർശനം, വിശദാംശങ്ങൾ സലീം. ശ്രീജിത്ത്, മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഈ ഗവർണറുമായും രാജ്ഭവനുമായും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഏതെങ്കിലും നിലയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഔദ്യോഗികമായ കൂടിക്കാഴ്ചകൾക്ക് മാത്രമായിരുന്നു അവിടേക്ക് പോയിരുന്നത്. അതിന് പോലും പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ ഗവർണർ വന്നതിന് ശേഷം അങ്ങനെയല്ല കാര്യങ്ങൾ. വളരെ നല്ല ബന്ധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ പുതിയ ഗവർണർ വന്നതിന് ശേഷം മാസത്തിൽ ഒരിക്കൽ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യമുണ്ട്. ഇന്നും അതിന് സമാനമായ അത്തരത്തിലൊരു കൂടിക്കാഴ്ച, സാധാരണഗതിയിലുള്ള കൂടിക്കാഴ്ച എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. അപ്പോഴും അതിന്റെ രാഷ്ട്രീയ മാനം, സുപ്രീം കോടതി വിധിക്കെതിരായ ഗവർണറുടെ നിലപാട് തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അവിടേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത്തരത്തിൽ നിലപാട് തള്ളുകയും ബില്ലുകളുടെ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസത്തിലൊക്കെ വിമർശനം നടത്തുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്ന് ഗവർണറെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. മുൻ ഗവർണറെ പോലെയല്ല, ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും നല്ല സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അതിന് തൊട്ടു പിന്നാലെയുള്ള സന്ദർശനത്തിന് ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. ശ്രീജിത്ത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെ KM എബ്രഹാം നൽകിയ ഗൂഢാലോചന പരാതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലും 2 ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നായിരുന്നു KM എബ്രഹാമിന്റെ ആരോപണം. കേസിൽ KM എബ്രഹാമിനെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രതികരണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകിയത്. ഗൂഢാലോചന IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഹർജിക്കാരനായ ജോമോൻ പുത്തമുരക്കലിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് ജോമോൻ പുത്തമുരക്കലിനെന്നാണ് KM എബ്രഹാമിന്റെ ആരോപണം. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റു 2 പേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട്. തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും KM എബ്രഹാം പറയുന്നുണ്ട്. എന്നാൽ കേസിൽ KM എബ്രഹാമിനെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. പരാതിയിലെ അന്വേഷണ സാധ്യത സർക്കാർ പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന പോലീസ് മേധാവിയുടെ ശുപാർശയെക്കുറിച്ച് തനിക്കറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അംഗീകാരം നൽകിയിരുന്നു. MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അനിവാര്യമാണ് എന്നായിരുന്നു PV അൻവറിന്റെ വിമർശനം. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കരുത്തു പകരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി മുഖ്യെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി അങ്ങനെ ഒരു ശുപാർശയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതികരിച്ചു. എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കൊക്കെ ശുപാർശ തരേണ്ട കാര്യമില്ലല്ലോ, ഞാനല്ലല്ലോ കേസെടുക്കുന്നത്. എനിക്കതിൽ അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത്. കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശ തൊടാതെയാണ് വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകിയത്. മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് PV അൻവർ. ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി പിണർന്ന് കിടക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചു. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഹൌസിലെ മരമുറി തുടങ്ങിയവയിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. 24 തിരുവനന്തപുരം.
പ്രൈം ടൈമിലേക്ക് വീണ്ടും വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ തള്ളി മുഖ്യമന്ത്രി. ഒഴിവുകളിൽ പരമാവധി നിയമനങ്ങൾ നടത്തി എന്നാണ് വിശദീകരണം. അവസാന പ്രതീക്ഷയും ഇല്ലാതായെന്നും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും വരെ സമരം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചു. റാങ്ക് ലിസ്റ്റ് ഈ മാസം 19-ന് അവസാനിക്കാനിരിക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ ഒഴിവ് മുഴുവൻ കണക്കാക്കി നിയമനം നൽകിയെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ തെറ്റൊന്നുമില്ല. സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂവെന്ന്. അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും. ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല. കാരണം ഒഴിവുള്ള സ്ഥാനത്തെ നിയമിക്കാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് തീരും വരെ സമരം തുടരുമെന്ന ഉദ്യോഗാർത്ഥികൾ. 19 വരെ ഞങ്ങൾ സമരം ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേക്കൻസി കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ലിസ്റ്റ് കഴിയുന്നവരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങളെ സ്വയം സാറ്റിസ്ഫാക്ഷന് വേണ്ടി കൂടിയാണ്. 570 ഒഴിവുകൾ നിലനിൽക്കെ 292 നിയമനങ്ങൾ മാത്രം നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ ഇനി പുതിയ നിയമനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. 24 തിരുവനന്തപുരം. സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം നടത്താനും കിരീടം നേടാൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാല 24-നോട്. മികച്ച സംഘമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് മുന്നേറിയെന്നും ലീഗിലേക്ക് വന്നത് തനിക്കും പുതിയൊരു അനുഭവമാണെന്നും കറ്റാല പറഞ്ഞു. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ മാധ്യമത്തിന് സ്പാനിഷുകാരനായ ഡേവിഡ് കറ്റാല ഒരു അഭിമുഖം നൽകുന്നത്. 24 എക്സ്ക്ലൂസീവ്. നിരാശപ്പെടുത്തുന്ന ഒരു സീസണിന് ശേഷം പുത്തൻ പ്രതീക്ഷകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഒരുങ്ങുകയാണ്. അവരെ പുതിയതായി തന്ത്രങ്ങൾ നൽകുന്നത് പുതിയ കോച്ച് ഡേവിഡ് കറ്റാലയാണ്. ഡേവിഡ് കറ്റാല ആദ്യമായി ഒരു മലയാള മാധ്യമത്തോട് അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമത്തോട് തന്നെ സംസാരിക്കുകയാണ്. ഡേവിഡ്, വെൽക്കം. ഹലോ. What initially attracted you to take on the role with Kerala Blasters? Okay, the illusion to come here and to have a new experience for me always was there. For me, it's obviously that is going to be a new challenge in my career, and I'm looking forward to start competing with that team. Everything that is around the team that I can see that is huge, and I have a lot of illusion to start the competition. This is your first mission in India. What's your thoughts on Indian football and how do you rate? Okay, I knew a lot about Indian football because I had many ex-players or football coaches that they are Spanish and we were speaking all the time about the Indian football. And it's something that I believe that is a league that is starting growing. They are coming more experienced players with a lot of other nationalities. And of course, the Indian football need to grow and need to develop, and that's why I believe that is a good challenge for me, as I said before, and to start ready and with a huge illusion. Again, coming back to Kerala Blasters, it is a disastrous season for Kerala Blasters. They are eagerly waiting and desperate for a trophy. And can we expect that in Super Cup? Okay, it's important to realize where we are coming. I know that all the expectations that the team has around, but we need to be realistic that the season has not been good enough. And we will try to compete. We'll try to compete, of course, with the huge illusion to get the Super Cup. Okay. Thank you, David. Thank you very much. വലിയ പ്രതീക്ഷയിലാണ് ഡേവിഡ് കറ്റാല. സൂപ്പർ കപ്പാണ് ആദ്യ ചലഞ്ച്. അതിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. കോമ്പറ്റ് ചെയ്യാൻ തന്നെയാണ് ഒരുങ്ങിയിറങ്ങുന്നത് എന്ന് തന്നെയാണ് കറ്റാല പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത് വലിയ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. വലിയ നിരാശപ്പെടുത്തുന്ന ഒരു ISL സീസണിന് ശേഷം അടുത്ത സീസണിലേക്കുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് കൂടിയാണ് ഈ സൂപ്പർ കപ്പ് ടൂർണമെൻറ്റ്. എന്തായാലും എല്ലാവിധ ആശംസകളും ടീമിനും ഒപ്പം തന്നെ കോച്ചിനും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം അനിൽ വാസുദേവ്, 24. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions.
Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. അരുത് ലഹരി അരുതക്രമം എന്ന മുദ്രാവാക്യവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന സംസ്ഥാനതല യാത്ര പര്യടനം തുടരുകയാണ്. ബാലുശ്ശേരിയിൽ ജനസാഗരത്തെ സാക്ഷിയാക്കി നടന്ന പൊതുപരിപാടിയോടെ 2 ദിവസം നീണ്ട കോഴിക്കോട് ജില്ലയിലെ യാത്ര സമാപിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരാണ് ലഹരിക്കെതിരായ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് മുക്കത്തു നിന്നാണ്. മുക്കം വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മുക്കത്തെ കുറിച്ച് ആഷ്മിക്ക് എന്തൊക്കെ മനസ്സിലായി? മുക്കം പഴയ വ്യാപാര കേന്ദ്രമാണ്. മുക്കം എരവഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള ഒരു നഗരമാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയായ ഇരവഞ്ഞിപ്പുഴയോരത്ത് നിന്നും ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടിയാണ് ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാസേന, വ്യായാമ കൂട്ടായ്മകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, വ്യാപാരി സംഘടനകൾ എന്നിവർ പങ്കാളികളായി. മുക്കം എന്ന ഗ്രാമത്തെ പരിശുദ്ധ പ്രണയത്തിലൂടെ ലോകത്തെ അറിയിച്ച കാഞ്ചനമാല ഓർമ്മകൾ പങ്കുവച്ചു. ലഹരി വിരുദ്ധ പോരാട്ടത്തിലുള്ള പിന്തുണയും അറിയിച്ചു. ലഹരിക്കെതിരെ ഞങ്ങൾ എന്നും എതിരാണ്. സലാം എടുക്കേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ പ്രവർത്തനം നടത്തി. ഒരുപാട് ആളുകളെ മദ്യത്തിൽ നിന്ന് മുക്താക്കി. ഞങ്ങളെന്നും ലഹരിക്കെതിരാണ്. ലഹരി നമ്മളെ സേവനമാണ് ഞങ്ങളെ ലഹരി. ഇപ്പം പണ്ട് പ്രണയമായിരുന്നെങ്കിൽ ഇപ്പം സേവനം. വിവിധയിടങ്ങളിൽ നടന്ന പര്യടന പരിപാടികളിൽ ലഹരിക്കെതിരെ SKN സന്ദേശം നൽകി. നിങ്ങളൊക്കെ നമ്മുടെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടോ? റോട്ടറി കുറച്ച് വർഷമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫക്റ്റീവ് പാരന്റിംഗ് എപ്പോഴും എല്ലായ്പ്പോഴും നല്ല പ്രമേയം പാസ്സാക്കിയ റോട്ടറി ലഹരിക്കെതിരെ. ഇത്ര നല്ലൊരു പ്രോജക്റ്റ് കേരളത്തിൽ നിന്ന് ഓളമായിക്കൊണ്ടിരിക്കുകയാണിത്. പ്രൗഡ് ഓഫ് യു സർ. കാരണം റോട്ടറി മുക്കം മാത്രമല്ല, കൃത്യമായിട്ടും നേരത്തെ അതെ അതെ. യുവാക്കളെ പ്രൊഫഷണലുകളാക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യ, ചെരുപ്പ് നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ കയ്യൊപ്പ് ചാർത്തിയ VKC, G-Tech കമ്പ്യൂട്ടർ സെന്റർ, മൈജി എന്നീ സ്ഥാപനങ്ങളിലും SKN40 കേരള യാത്രയെത്തി. ബാലുശ്ശേരിയിൽ നടന്ന പൊതുപരിപാടിയിൽ വൻ ജനപങ്കാളിത്തം. കേരളയാത്ര നാളെ മുതൽ 2 ദിവസം കണ്ണൂരിലും 19 കാസർഗോഡും പര്യടനം നടത്തും. 20 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്താണ് യാത്രയുടെ സമാപനം. 24 കോഴിക്കോട്.